ഹലോ മക്കളെ, നിങ്ങളുടെ മനസ്സിൽ ഈ ഒരു സംശയം ഉണ്ടെങ്കിൽ, അതായത് സാർ നാളത്തെ പരീക്ഷ ഇംഗ്ലീഷ് പരീക്ഷയിൽ ടേം 1 ചാപ്റ്റേഴ്സ് പഠിക്കണോ, അതിന് ചോദ്യങ്ങളൊക്കെ വരുമോ, അല്ലെ ടേം 2 മാത്രം പഠിച്ചാൽ മതിയോ എന്നുള്ള സംശയം ഉണ്ടായ മക്കളെ, അതിൻ്റെ ഉത്തരമാണ് ഈ ടേബിളിൽ ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ടുള്ള ഉത്തരം കിട്ടും. ഓക്കെ, റെഡി? അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. അതിന് ഒരു കാര്യം ഇൻഫോർം ചെയ്യുന്നു, ഇതൊക്കെ പഠിക്കണമെങ്കിൽ ഈ ചാപ്റ്റേഴ്സും ഇമ്പോർട്ടൻ്റ് അല്ലാത്ത ഇമ്പോർട്ടൻ്റ് ആയതും എല്ലാ കാര്യങ്ങളും പഠിക്കണമെങ്കിൽ, അടിപൊളിയായിട്ട് പഠിക്കണമെങ്കിൽ വൈകുന്നേരത്തെ 7 മണിക്കത്തെ ലൈവിൽ വരിക. കംപ്ലീറ്റ് ചാപ്റ്റർ ഡിസ്കോഴ്സ് നമ്മൾ പഠിക്കുന്നതായിരിക്കും. അതുകൂടാതെ മോർണിംഗ് ബൂസ്റ്ററിൽ നമ്മൾ ഗ്രാമറും ഒരു ഫുൾ റിവിഷനും കൂടി നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, റെഡി? ഇനി നമുക്ക് ഡേറ്റ നോക്കിയാൽ കഴിഞ്ഞ 5 വർഷത്തെ ക്രിസ്മസ് പരീക്ഷയുടെ പേപ്പേഴ്സ് എടുത്ത് നമ്മൾ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ടേം 1 ചാപ്റ്റേഴ്സ്, ഈ ടേം 1 ചാപ്റ്റേഴ്സിന് വളരെ കുറവ് ഡിസ്കോഴ്സ് ചോദിച്ചിട്ടുള്ളൂ. അപ്പം അഡ്വഞ്ചേഴ്സിന്റെ ബാനൻട്രിയിൽ നിന്ന് ഒരു ചോദ്യം കഴിഞ്ഞ 5 വർഷത്തിൽ എത്രയോ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടോ? നിങ്ങൾ ആലോചിച്ച് ഓരോ വർഷം 45 മാർക്കിനാണ് ഇതിന് ചോദ്യം വരിക. ഓക്കെ, വിത്ത് ഓപ്ഷൻ. അപ്പോൾ അതിൽ ഓപ്ഷനും ഉണ്ട്. അത് ഒരു ചോദ്യം മാത്രമേ അഡ്വഞ്ചേഴ്സിന്റെ ബാനൻട്രിയിൽ നിന്ന് വന്നിട്ടുള്ളൂ. സ്നേക്കിന്ന് മിറന്ന് ഒരു ചോദ്യം, പ്രൊജക്ടറിൽ നിന്ന് 2 ചോദ്യം, സിസ്റ്റർ ഷൂവിൻ്റെ 2 ചോദ്യം. അവസാനത്തെ സെറ്റ് ഓഫ് ചാപ്റ്റർ നെവർ നെസ്റ്റും വാങ്കേന്നും വാങ്ക് അടുത്ത യൂണിറ്റാണ്, അതിന് ടോട്ടൽ 4 ചോദ്യം. ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ഡിസ്കോഴ്സിൽ വന്ന ഏതാണ് മക്കളെ? ഈ 3 ചാപ്റ്ററാണ്. ഡിസ്കോഴ്സ് എന്ന് മാത്രമല്ല, റീഡിംഗ് കോംപ്രിഹെൻഷനും പോയം കോംപ്രിഹെൻഷനും അപ്രീസിയേഷനും ഒക്കെ ടേം 2 മാത്രമേ ചോദ്യം വന്നിട്ടുള്ളൂ. ഈ ചാപ്റ്റേഴ്സ് ഒന്നും തന്നെ ചോദ്യം വന്നിട്ടില്ല. അതായത് റീഡിംഗ് കോംപ്രിഹെൻഷൻ ഇവിടുന്ന് ഒരിക്കലും വന്നിട്ടില്ല. പോയം കോംപ്രിഹെൻഷൻ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ, അല്ലെ നമ്മുടെ അപ്രീസിയേഷൻ എടുത്തു നോക്കുകയാണെങ്കിൽ ടേം 1 ഒരു പോയത്തിൽ നിന്നും വന്നില്ല, ഇവിടുന്നും വന്നിട്ടില്ല. അപ്പോൾ ഏറ്റവും കൂടുതൽ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട ചാപ്റ്റേഴ്സ് ഈ 3 ചാപ്റ്റേഴ്സാണ്. 3 ചാപ്റ്റേഴ്സിൻ്റെ പേര് നോട്ട് ചെയ്ത് വെച്ചോ. ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഐ എവർ മെയ്ഡ്, ഡേഞ്ചർ ഓഫ് എ സിംഗിൾ സ്റ്റോറി, സ്കോളർഷിപ്പ് ജാക്കറ്റ്. ഈ 3 ചാപ്റ്റർ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചില്ലേ നാളത്തെ പരീക്ഷ പണിപ്പാളും. ഓക്കെ, അപ്പോൾ ഈ 3 ചാപ്റ്റർ തന്നെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത്. ഇന്ന് വൈകുന്നേരത്തെ ലൈവിൽ നിങ്ങൾ വന്ന് അറ്റൻഡ് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ 3 ചാപ്റ്റേഴ്സ് ആയിരിക്കും ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്ത് നമ്മൾ പഠിക്കാമെന്ന്. പിന്നെ നിങ്ങൾക്ക് സംശയം ഉണ്ടാവും, സാർ ഇവിടുന്ന് 2 ചോദ്യമൊക്കെ വന്നിട്ടുണ്ടല്ലോ, അപ്പോൾ അത് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? അപ്പോൾ മക്കളെ, നിങ്ങൾ ഓൾറെഡി ഈ ചാപ്റ്ററിന് ഒരു ഐഡിയ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കുഴപ്പമില്ല. ഇനി ഇല്ലെങ്കിലും നിങ്ങൾ പേടിക്കണ്ട. ഇന്ന് വൈകുന്നേരത്തെ ലൈവിൽ ഈ 3 ചാപ്റ്റർ മാത്രം പഠിപ്പിക്കുന്നല്ല പറഞ്ഞു, ഈ ചാപ്റ്റേഴ്സിൻ്റെ ഒക്കെ നമ്മൾ സമ്മറി തരും. ഈ ചാപ്റ്റേഴ്സിൻ്റെയും പരീക്ഷയിൽ വരാൻ ചാൻസ് ഉള്ള ഡിസ്കോഴ്സ് നമ്മൾ പഠിപ്പിക്കുകയും ചെയ്യും. പക്ഷേ ഓവർ നമ്മൾ ഈ സമയം വേസ്റ്റ് ചെയ്യാൻ പോകുന്നില്ല. കാരണം ഇതിൽ വേറൊരു വശം കൂടി ഉണ്ട്. നിങ്ങൾക്ക് എപ്പോഴും ഓപ്ഷൻ ഉണ്ടാവും. റൈറ്റിംഗ് സെക്ഷനിൽ, ഡിസ്കോഴ്സ് സെക്ഷനിൽ, ഗ്രാമറിൽ മാത്രമേ ഓപ്ഷൻ ഇല്ലാത്തുള്ളൂ. ഡിസ്കോഴ്സ് സെക്ഷനിൽ നിങ്ങൾക്ക് എപ്പോഴും ഓപ്ഷൻ ഉണ്ടാവും. അപ്പം നിങ്ങൾക്ക് ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഒരു ചോദ്യം വന്നു, ഇനി നിർഭാഗ്യവശാൽ പ്രൊജക്ട് ആയിരുന്ന ഒരു ചോദ്യം വന്നു, നിങ്ങൾക്ക് അത് അറിയൂല, തീരെ അറിയില്ലെങ്കിൽ നിങ്ങൾ പേടിക്കണ്ട. എപ്പോഴും എന്താണ് ഈ ചോദ്യം ആൻസർ ചെയ്യാമെന്ന്. കാരണം ഇത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, പഠിക്കണം, അത് വേറെ കാര്യം. ഓക്കെ, അപ്പോൾ തീർച്ചയായും ഈ 3 ചാപ്റ്റേഴ്സ് തന്നെയാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പോൾ അത് ഫോക്കസ് ചെയ്തായിരിക്കും നമ്മൾ വൈകുന്നേരത്തെ ലൈവ് എടുക്കാൻ പോകുന്നത്. കാരണം ഇവിടുന്ന് തന്നെയാണ് ചോദ്യങ്ങൾ വരുന്നത്. അതിപ്പോൾ റൈറ്റപ്പ് ആണെങ്കിലും, നാരേറ്റീവ് ആണെങ്കിലും, സ്പീച്ച് ആണെങ്കിലും, ലെറ്റർ റൈറ്റിംഗ് ആണെങ്കിലും, ഡയറി എൻട്രി ആണെങ്കിലും എല്ലാം ഇവിടുന്ന് തന്നെയാണ് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വന്നത്. അപ്പോൾ അത് നമ്മൾ മാക്സിമം ഫോക്കസ് ചെയ്ത് പഠിക്കും. അപ്പോൾ വൈകുന്നേരത്തെ ലൈവിൽ എല്ലാവരും കാണണം. ഓക്കെ മക്കളെ, ഇതിൽ ഏറ്റവും നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്ന ചാപ്റ്റർ ഏതാണെന്നുള്ള കാര്യം കമന്റ് ബോക്സിൽ ഒരു കമന്റ് കൂടി ഇടുക. വൈകുന്നേരം 7 മണിക്കും നാളത്തെ രാവിലത്തെ മോർണിംഗ് ബൂസ്റ്ററിൽ നമുക്ക് കാണാം. അടിപൊളിയായിട്ട് പഠിക്കാം. നാളത്തെ പരീക്ഷയിൽ മുഴുവൻ മാർക്ക് നേടിയെടുക്കാം.